വിൻ്റർ സീസണിലെ രാവിലെകൾ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒട്ടും മിസ് ചെയ്യാതെ എൻജോയ് ചെയ്യുന്ന സംഗതികളാണ്. മഞ്ഞൊക്കെയുള്ള ദിവസങ്ങളിൽ രാവിലെ അത് കാണാൻ വേണ്ടി തന്നെ എണീക്കാറുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ഒരു തെറാപ്പി പോലെയാണ്. ഞാൻ നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കലവറയിലേക്ക് പോകുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഒരു ചിക്കൻ കറി വെക്കാനുണ്ട്, കപ്പയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പണികളാണ്. കപ്പയില്ലാതെ ഇവിടെ ഒരു ദിവസം പോലും കടന്നു പോകില്ല കേട്ടോ. അമ്മച്ചിക്ക് അത്രയില്ലെങ്കിൽ അപ്പച്ചയ്ക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് കപ്പയും മീൻകറി അല്ലെങ്കിൽ കപ്പയും ചിക്കൻ കറിയൊക്കെ. ഞാൻ എല്ലാം നിരത്തിയിട്ട് വൃത്തിയാക്കി വെച്ചേക്കുക. എന്നാ അതിന്റെ ആവശ്യം കഴിഞ്ഞ ചെടിയെല്ലാം ഒതുക്കിക്കൊണ്ട് വെക്കുവോ? മുറുക്കാലും ഒക്കെ വെച്ച് ശരി. കൊള്ളാലോ വെള്ളം. അപ്പച്ചയ്ക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അപ്പച്ച പറയും കേട്ടോ, എൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടേക്കരുത് കേട്ടോ എന്ന്. പക്ഷേ വീഡിയോ എടുക്കുന്നതും വ്ളോഗ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പച്ച എന്നോട് പറയാറുണ്ട്, അതെ നമുക്കിങ്ങനെ കാണിക്കണ്ട, ഞാനൊന്ന് വൃത്തിയാക്കി തരാം എന്നിട്ട് കാണിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി സഹായമൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ ഒരിച്ചിരി നേരം എവിടെയെങ്കിലും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ അടിയാവും കേട്ടോ. ഞാനൊന്ന് നോക്കാൻ പോയതാ. മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വിറകൊക്കെ നല്ലോണം ഉണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ കപ്പ നമ്മൾ വിറകടുപ്പിലാണ് വെച്ചത്. അമ്മച്ചിക്ക് ഈ വിറകടുപ്പൊക്കെ ഇതുപോലെ കത്തിച്ച് പാചകം ചെയ്യുന്ന രീതിയൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇതൊക്കെ അപ്പച്ച തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. നല്ല വേനലങ്ങ് ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തും അടുപ്പ് കൂട്ടാറുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളം തിളപ്പിക്കാനും പുറത്തേക്ക് കോഴിക്കും പട്ടിക്കുട്ടന്മാർക്കും ഉള്ള ചോറൊക്കെ വെക്കാനും ഒക്കെ നമ്മൾ പുറത്ത് വിറക് കത്തിച്ച് അടുപ്പ് ആണ് സാധാരണ വേനൽക്കാലത്ത് വെക്കാറ് കേട്ടോ. സാധാരണ എപ്പോഴും വെക്കാറുള്ള ചിക്കൻ കറി തന്നെയാണ് ഞാൻ വെച്ചത്. കപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല നീട്ടി ചാറൊക്കെ ആക്കി എടുക്കണമല്ലോ, സാധാരണ നാടൻ ചിക്കൻ കറി കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഞാനെടുത്ത് എനിക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ വേറെ ആർക്കും വേണ്ടാത്ത ആണ്. അപ്പച്ചയ്ക്ക് ഇപ്പോഴും ആ പഴയ ഭക്ഷണ രീതികളോട് തന്നെയാണ് താല്പര്യം കേട്ടോ. നാടൻ എന്ത് കറി വെച്ചാലും നാടനായിരിക്കണം, അത് ആ രീതിയിൽ തന്നെ കറി വെക്കണം, ആ ഒരു ഇതൊക്കെ. പിന്നെ ഞങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നാലും അത്ര ഇൻട്രസ്റ്റോടെ കഴിക്കുന്നൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ. കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അമ്മച്ചി ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിയുടെ നാട് കൊച്ചിനാണ്. കൊച്ചി സൈഡിൽ നിന്ന് കോട്ടയത്തേക്ക് കെട്ടി വന്നപ്പോൾ ഭക്ഷണത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിക്ക് ഒന്നും കഴിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അതായത് നമ്മുടെ തറവാട്ടിലൊരു പണ്ടത്തെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ കാച്ചിൽ, ചേന, ചേമ്പ്, ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അമ്മച്ചിയൊക്കെ ആണെങ്കിൽ അവരുടെ നാട്ടിൽ നല്ല കരിമീൻ, കൊഞ്ച് അങ്ങനെയുള്ള നല്ല ഫ്രഷ് മീനൊക്കെ ആയിരുന്നല്ലോ എല്ലാ ദിവസമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഞണ്ടൊക്കെ അമ്മച്ചിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ഭക്ഷണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിലും കപ്പ കഴിച്ച ശേഷം മടുത്തു കേട്ടോ. മടുത്തിട്ടല്ല, കപ്പ കുറച്ചതാണ്, അതത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഇത് നല്ലതല്ല. ഞാൻ രാവിലെ അപ്പച്ചനെ കൊണ്ട് പൊറോട്ട വാങ്ങിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിക്കുന്നത്. ഇങ്ങോട്ടുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ലൂസായി പോയോ? ഇതിനകത്തുള്ള വെള്ളം വെട്ടാൻ ഞാൻ കൂട്ടി അവിടെ പാപ്പായി എന്ന് വിളിക്കാം. ഞാൻ പാപ്പായാണെങ്കിൽ 2 ദിവസമായിട്ട് നമ്മുടെ ടാങ്കിൽ വെള്ളം അടിച്ചിട്ടങ്ങ് നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. ഡെയിലി 2 പ്രാവശ്യമൊക്കെ വെള്ളം അടിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ലീക്കൊന്നും പുറമേ നോക്കിയിട്ടൊന്നും കാണുന്നുമില്ല. അങ്ങനെ 2 ദിവസം അന്വേഷിച്ച് നടന്നിട്ടാണ് ഈ ഒരു സംഗതി ഇവിടെ കണ്ടുപിടിച്ചത് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ചാമ്പയ്ക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പുഴുവൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ നോക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് ചാമ്പയ്ക്ക ഉപ്പൊക്കെ ഇട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്ന് വെച്ച് ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് വർക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഈ പുറത്തെ സൗണ്ട് കാരണം ഉറങ്ങിയില്ല. നമ്മുടെ ഈ തൊട്ട് താഴത്തെ പറമ്പിൽ കല്ല് പൊട്ടിക്കുന്ന ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഈ യുദ്ധഭൂമിയിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. എൻ്റെ ഉറക്കം കഴിഞ്ഞു. ഞാൻ ഇച്ചിരി നേരം കിടന്നു തുടങ്ങി. എന്നെ ആരടക്കൊന്ന് വിളിച്ച്. കിങ്കോ 2 പ്രാവശ്യം വന്ന് കാലേ തോണ്ടിട്ട് പോയി. അമ്മച്ചി കയറി വന്നു. പിന്നെ അപ്പച്ചാണെങ്കിൽ ഇതിലേ പോയപ്പോൾ ഫാനിൻ്റെ സൗണ്ട് കേട്ടിട്ട് അപ്പോഴും വിളിച്ചു പോകും. പിന്നെ ആ പൈപ്പ് പൊട്ടി കിടക്കുന്നതുകൊണ്ടേ
അതെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവർ ജോയിൻസ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കടയും തുറക്കത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പച്ചേ അത് ചെയ്യുമായിരുന്നു. ഇപ്പം എന്തോ തൽക്കാലത്തിനൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ ആരെങ്കിലും വിളിച്ച് ആണ് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങുന്നില്ല. ഇനിയിപ്പം വൈകുന്നേരത്തെ പരിപാടികളൊക്കെ നോക്കട്ടെ. മിക്കവാറും സൺഡേസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ അടുക്കളയിലത്തെ കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഡേ ഫുള്ളിങ്ങനെ റിലാക്സ് ചെയ്ത് നടക്കാനുള്ളതാണ്. അപ്പച്ചയെ മാത്രമേ സൺഡേ ആയിട്ട് പള്ളിയിൽ പോയുള്ളൂ. അപ്പച്ച ഉച്ച കുർബാനയ്ക്ക് പോയിട്ട് വരും. ഞാനും അമ്മച്ചിയും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെ പോകാനാണ് ഇഷ്ടം കേട്ടോ. കാരണം പെട്ടെന്ന് കഴിയുമല്ലോ, 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ തലേന്ന് എത്ര പ്ലാൻ ചെയ്ത് കിടന്ന് ഉറങ്ങിയാലും രാവിലെ എണീക്കാൻ വൈകുമോ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ കൊണ്ട് പോകണ്ടെന്ന് വയ്ക്കും. ഇന്ന് രാവിലെ അമ്മച്ചിക്കായിരുന്നു പ്രശ്നം. തലേന്ന് മരുന്നൊക്കെ കഴിച്ച് കിടന്നതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു, നല്ലോണം കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് രാവിലെ എണീക്കാൻ കുറച്ച് താമസിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതായിരുന്നു പ്രശ്നം. ഈ പനിക്കൂർക്കയുടെ മണം ഉണ്ടല്ലോ, അതെനിക്കൊരു ഭയങ്കര നൊസ്റ്റമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സമ്മർ വെക്കേഷനൊക്കെ ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു കേട്ടോ. എന്നെക്കാളും 1-2 വയസ്സിന് ഇളയതായിട്ട് ആൻറ്റിക്കൊരു മോളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഫാമിലിയിൽ നല്ല കൂട്ടായിട്ട് നടന്നിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്ന് എക്സാം കഴിയുമ്പോൾ തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ നിന്നിട്ട് ഒന്നെങ്കിൽ അവർ തന്നെ കൊണ്ടുവിടും, അല്ലെങ്കിൽ എൻ്റെ ചേട്ടായിയോ അല്ലെങ്കിൽ അപ്പച്ചായോ ആരെങ്കിലും, ചേട്ടായിയാണ് മിക്കവാറും വരാറ് കേട്ടോ, വന്ന് എന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോരും കേട്ടോ. അതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ നൊസ്റ്റാൾജിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് അവിടെ വീട്ടിൽ നിറയെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ സൈഡിൽ. അപ്പോൾ ഞങ്ങൾ കൂടുതലും കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഇല പറിച്ചാണ് ഞങ്ങൾ കാശൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും പനിക്കൂർക്ക സ്മെല്ല് ചെയ്യുമ്പം ആ ഒരു സമയവും ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെയാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴത്തോട്ടമൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നല്ലോ. വാഴയൊക്കെ കുലച്ച് നിൽപ്പുണ്ട്, നിറച്ച് പള്ള കയറി കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ മടിയാണ് കേട്ടോ. അപ്പച്ചയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ഇപ്പം കിളയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പച്ചയ്ക്ക് പറ്റുമായിരുന്നെങ്കിൽ അപ്പച്ച നല്ല വൃത്തിയാക്കി ഇടുമായിരുന്നു കേട്ടോ. ഏത്തവാഴയും റോബസ്റ്റയും പൂനും ഒക്കെ ഉണ്ട് കേട്ടോ. മൂത്ത് വരുന്നതേ ഉള്ളൂ, വെട്ടാറായിട്ടില്ല. പറമ്പ് കണ്ടില്ലേ അപ്പടി പള്ള കയറി കിടക്കുകയാണ്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ പണിയുണ്ട് കേട്ടോ പറമ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ ചേമ്പ് മൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമാണെങ്കിൽ അപ്പച്ച പറിച്ചു, ഒരു കൊട്ട ചേമ്പ് കിട്ടിയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് 2-3 പ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ചൊറിഞ്ഞായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, ചിലർക്ക് പിടിക്കില്ലായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കഴിച്ചത്. അന്ന് കഴിച്ച അന്ന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുളിക്കുന്ന സമയത്ത് കൈവെള്ളയെല്ലാം നന്നായിട്ട് ചൊറിയാൻ തുടങ്ങി. കാലിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് ചൊറിയാൻ തുടങ്ങി കേട്ടോ. അതിങ്ങനെ ഗ്രാജുവലി കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ കുളിക്കുമ്പോൾ ദേഹത്ത് വെള്ളം വീഴുമ്പം ദേഹം മൊത്തം നന്നായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു വന്നു കേട്ടോ. പക്ഷേ ഞാൻ ആരോടും മിണ്ടിയില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആരോടും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാനിങ്ങനെ ഭയങ്കര അടിപൊളി ഓവർ തിങ്കറാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് വരെ ഞാൻ ചിന്തിച്ചു കേട്ടോ. ഞാനിങ്ങനെ അച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് എൻ്റെ ദേഹം മൊത്തം ഇങ്ങനെ നനയുമ്പോൾ ചൊറിയുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറയും ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയതായിരിക്കും ഇനി എന്ന്. അപ്പോഴും ഈ ചേമ്പിൻ്റെ കാര്യം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2-3 ദിവസത്തേനല്ല 3-4 ദിവസത്തേന് ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ ചേമ്പ് ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ അത് നിർത്തി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് മാറി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം അമ്മച്ചി ചേമ്പ് പുഴുങ്ങിയായിരുന്നു. അത് ഞാൻ എനിക്കിഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ പ്രശ്നം തന്നെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ചേമ്പ് കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ അപ്പച്ചയോടും അമ്മച്ചയോടും പറഞ്ഞിങ്ങനെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ ചോട്ടി പിടിക്കുമ്പോൾ തന്നെ കൈ എല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് ചുമന്ന് തടിച്ചിങ്ങനെ വരും. അതോടുകൂടി ഞാൻ ചേമ്പ് കഴിക്കലങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി കേട്ടോ. ആ സമയത്ത് എൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്താ സംഭവം എന്നറിയില്ലല്ലോ. ഈ ചേമ്പെന്ന് പറഞ്ഞ സാധനം ഇത് കഴിക്കാൻ കൊള്ളുന്നതാണ്, ഇത് ചൊറിയത്തൊന്നും ഇല്ലാന്നാണ് വീട്ടിൽ നിന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് നനയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് ഈശ്വര എനിക്കെന്തോ മാരകമായിട്ടുള്ള അസുഖമായി, ഇനിയിപ്പോൾ കുളിക്കാൻ പറ്റില്ലേ. അല്ലെങ്കിൽ തന്നെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് ഒന്നിനും ഒരു ഹാപ്പി എൻഡിങ് വരാറില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് ഞാൻ 2-3 ആഴ്ചകളോളം ഇങ്ങനെ ഭയങ്കര തീക്കട്ട ചവിട്ടി നടക്കുന്നൊരവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വൈകുന്നേരമായി കേട്ടോ ചായ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നെ കേട്ടിരിക്കുന്ന ആരെയും എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തൽക്കാലം നിങ്ങൾ അനുഭവിക്കുക.
ഞാനാണെങ്കിൽ കിങ്കോ ഇരിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്നിരുന്നപ്പോൾ തൊട്ട് അവൻ ഇങ്ങനെ പലയിടമായിട്ട് മാറി മാറി ഇരിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് കാഴ്ചകളൊക്കെ കാണാനും കിളികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവൻ്റെ സ്ഥലത്തല്ലാത്തത് കൊണ്ട് അവൻ ഇങ്ങനെ മാറി മാറി പോയി കിടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിക്കുന്ന കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്കാണെങ്കിൽ പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാര്യമായിട്ട് അന്നത്തെ ദിവസമൊന്നും കഴിക്കില്ല കേട്ടോ. പൊറോട്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ ചായയാണ് കുടിക്കുന്നത്. ഇതിനിടയ്ക്ക് ചാമ്പയ്ക്ക തിന്നായിരുന്നു, പിന്നെ കുറച്ച് കപ്പളങ്ങ എന്തോ തിന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകിട്ടാണ് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.